ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ PYQ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച കാറ്റഗറി 3 ഇംഗ്ലീഷിലെ 80 ചോദ്യങ്ങളായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിട്ടുണ്ടായിരുന്നത്. സോ അതിന്റെ തുടർച്ചയാണ് പാർട്ട് 2 ആണ്. ഇൻ കേസ് ആരെങ്കിലും പാർട്ട് 1 കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് ഇതേ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ടായിരിക്കും. നിങ്ങൾ ആ പ്ലേലിസ്റ്റ് ഒന്ന് മാറ്റി താഴത്തെ വീഡിയോ നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ നമ്മളെ ചാനലിൽ തന്നെ അത് ഉണ്ടായിരിക്കും. നിങ്ങളെ കുറച്ചും കൂടെ സഹായിക്കുമെന്ന് വിചാരിക്കുന്നു അങ്ങനത്തെ ഒരു PYQല് ഉള്ള ഓർമ്മ പുതുക്കല്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങളൊരു പേനയും പേപ്പറുമായിട്ടായിരിക്കും ഇരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് അതേ പരിപാടി തന്നെ തുടരാം. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ തുടരാം. നമുക്ക് ഡയറക്റ്റ് ചോദ്യങ്ങളിലേക്ക് പോകാം. ബാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്കിന്ന് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, നിങ്ങളുടെ പഠനത്തിനെയും കൂടെ ഒന്ന് റാങ്ക് ചെയ്ത് നോക്കുക. ഇന്നത്തെ ചോദ്യങ്ങളിൽ കുറച്ച് ലിറ്ററേച്ചറും ബാക്കി പെഡഗോഗി എന്നുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഇതിൽ ചിലപ്പോൾ നിങ്ങൾ സൈക്കോളജിയിൽ പഠിച്ച ചോദ്യങ്ങൾ ഇതിൽ വന്നു എന്ന് വന്നേക്കാം. ദാറ്റ്സ് ഓക്കെ, കാരണം സൈക്കോളജി നിങ്ങൾ അവിടെ പഠിച്ചതായതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല. പെഡഗോഗിയും ലിറ്ററേച്ചറും ആയിരിക്കും ഉണ്ടായിരിക്കുക. ചില ചോദ്യങ്ങൾ ചിലപ്പോൾ സൈക്കോളജിയിൽ നിന്ന് കണ്ടേക്കാം. ഫൈൻ, അപ്പൊ നമുക്ക് തുടങ്ങാം. PYQ ആണ്. നമ്മൾ ചോദ്യം വായിക്കും, നിങ്ങൾ അതിന്റെ കൂടെ ഉത്തരം എഴുതി പോവുക. അതിന് അവസാനം എങ്ങനെയായിരിക്കും നമ്മൾക്ക് ഉത്തരങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് കൂട്ടി നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ചോദ്യങ്ങൾ തുടങ്ങാം. ചോദ്യം 150 കഴിഞ്ഞാൽ ഇപ്പൊ ഇതിലൊരു 30-40 ഉണ്ടായിരിക്കുക. ഫസ്റ്റ് പാർട്ടിലായിരുന്നു ബാക്കി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആ വീഡിയോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കാണാൻ. സമയമുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി കാണുക. ബാക്കിയുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത്. ഒന്നാമത്തെ, ഇപ്പൊ തുടങ്ങുന്നത് ലിറ്ററേച്ചറിന്റെ പോർഷനാണ്. ഇത് കുറച്ച് കഴിഞ്ഞാൽ നിൽക്കും. അതിനുശേഷം പെഡഗോഗിയിലേക്ക് പോകും. മൈ മിസ്ട്രസ് ഐസ് ആർ നത്തിങ് ലൈക്ക് ദ സൺ is the first line of a sonnet, pastoral elegy, dramatic monologue, ode. A poet well known for writing poems on his birthday, Rabindranath Tagore, Sarojini Naidu, Dylan Thomas, R.S. Thomas. A Vindication of the Rights of Women is by Simon de Beauvoir, Mary Wollstonecraft, Elaine Showalter, Dorothy Richardson. Okay. The description of Coketown occurs in Hard Times, Bleak House, Sons and Lovers, Dubliners. Which of the following is one of the benefits of using technology in the classroom? Increased burden of learning, enhanced student engagement, monotonous learning experience, reduced access to resources. ഞാൻ ഈ ബോക്സിനെ എടുത്ത് ഇങ്ങോട്ട് തൽക്കാലം വെക്കാം, കാണാൻ കുറച്ചും കൂടെ എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്നെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ചോദ്യം കാണാം. The approach to language teaching that emphasizes the use of authentic materials and real life situations. CLT ആണോ, TBL ആണോ, CLIL ആണോ, CBI ആണോ? Which of the following activities aligns with the theory of experiential learning in language classroom? Writing a formal leave application, memorizing a poem, participating in a role play, copying new vocabulary items. The use of figurative language to evoke a sensory experience or create a picture with words for a reader. Imagery, symbolism, metaphor, simile. The process of breaking down complex skills into smaller, manageable parts. Task analysis, needs analysis, learner analysis, context analysis. Language development happens with environmental influence through imitation, reinforcement, and conditioning. This is the proposition of behaviorist, cognitivist, nativist interactionists. A phoneme is a unit of meaning, sound, grammar, vocabulary. Which of the following is a characteristic of a student-centered classroom? More teacher-oriented discussion, enhanced rote memorization, ensuring maximum student participation, focus on standardized testing. Effective strategies for creating a positive and inclusive classroom environment are: build a supportive classroom culture, curtail cultural responsiveness and understanding, equitable access to learning opportunities, detached from families and communities.
ഇനി ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതിനെ കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കൺസിഡർ ദ ബെസ്റ്റ് എമംഗ് ദ ഫോളോയിങ് ഓപ്ഷൻസ്: 1, 2 and 3, 2, 3 and 4, 2 and 3, 1 and 3. Which of the following methods emphasizes language learning through imitation and repetition? Grammar translation method, direct method, audiolingual method, situational method. A learning disorder exhibited through difficulty in reading and identifying speech sounds. Dyscalculia, dyslexia, dysgraphia, dyspraxia. The study of the sound system of language is morphology, syntax, phonetics, phonology. A literary device that reflects repetition into or more nearby words of initial consonant sounds. Alliteration, assonance, consonance, onomatopoeia. The psychologist associated with the theory of multiple intelligence is Howard Gardner, Robert Sternberg, Daniel Goleman, Elliot Wiggins. The concept of differentiated instruction involves using uniform teaching strategies for all students, adapting teaching to individual student needs, emphasizing rote learning, focusing only on high-achieving students. The application of linguistic features from one language to another by a bilingual or multilingual speaker. Language acquisition, language processing, language transfer, language interference. The process of adding a prefix or suffix to create a new word is called inflection, affixation, compounding, blending, which is not a technique of social constructivism. Scaffolding, cognitive apprenticeship, lecturing, cooperative learning. In the silent way method of teaching, the teacher is required to use gestures and minimal verbal instructions, translate sentences for students, speak extensively in the target language, explain grammatical rules explicitly. A type of evaluation that monitors student learning and provides continuous feedback to students and teachers. Formative assessment, summative assessment, diagnostic assessment, e-assess. The term scaffolding in education refers to providing temporary support to students, grouping students by ability, introducing new concepts abruptly, accessing students at the end of a session. In the revised Bloom's taxonomy, the highest level of cognitive skills is apply, analyze, evaluate, create. Organization of ideas is a prime descriptor for assessing discourse writing, transcription writing, cursive writing, copywriting, which is an effective principle of language learning. Automaticity, self-confidence, native language effect, communicative competence. Questions കഴിയാറായി. The structure of a foreign language can best be taught by comparing and contrasting it with that of mother tongue. Is an assumption of the grammar translation method, situational method, structural method, direct method. Recognizing connected speech and understanding the gist of it is a sub-skill of reading, speaking, listening, writing. Students learn from interactions with others. This is a principle of social constructivism, cognitive constructivism, radical constructivism, psychological constructivism. Flipped classrooms primarily involves students are teaching each other or one another during class, conducting classes outdoors, delivering lectures at home where videos and practicing in the class.
relying solely on traditional textbooks. Identify an example of negative feedback from the following. You can dance better. Your dance was good, but you can do better. Your dance skills is not really good. None of the above. The psychologist who developed the theory of cognitive development. Jean Piaget, Lev Vygotsky, ബെഞ്ചമിൻ ബ്ലൂം, B.F. സ്കിന്നർ. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. എത്രണ്ണം കിട്ടിയെന്ന് നമുക്ക് നോക്കണം. റൈറ്റ്, നമുക്ക് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സിലേക്ക് പോകാം. സ്റ്റിൽ ഒരു കാര്യം ചെറുതായി ഓർമ്മിപ്പിക്കുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പോലെ ഇന്നത്തെ ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ജനുവരി 28-ന് നമ്മളൊരു ക്രാഷ് കോഴ്സ് തുടങ്ങുന്നുണ്ട്. യു ആർ ഇൻട്രസ്റ്റഡ്, ദാറ്റ് മച്ച് ഇൻട്രസ്റ്റഡ് ടു ലേൺ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പോർഷൻ, ഇംഗ്ലീഷ് ഹിസ്റ്ററിയും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പോർഷനും നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജനുവരി 28 മുതൽ ഒരു ക്രാഷ് കോഴ്സ് തുടങ്ങുന്നുണ്ട്. 10 കുട്ടികളെ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. 10 കുട്ടികളെ ഏറ്റവും നന്നായി പഠിപ്പിച്ച് ഏറ്റവും എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് പഠിപ്പിച്ച് പരീക്ഷ പാസ്സാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. സോ നിങ്ങൾക്ക് നമ്മളുടെ ക്ലാസ്സുകൾ എടുത്തു നോക്കി ഇഷ്ടമാവുകയാണെങ്കിൽ യു ക്യാൻ ഡയറക്റ്റ്ലി കം. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഒരു 12-13 ദിവസം കൊണ്ട് ലിറ്ററേച്ചറിന്റെ ഏകദേശം എല്ലാ പോർഷൻ നമ്മൾ കവർ ചെയ്യുന്ന നേരത്തിലായിരിക്കും നമ്മളുടെ ക്ലാസ് ഉണ്ടായിരിക്കും. സെറ്റായി അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരും. ഞാൻ തന്നെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. ലൈവ് ക്ലാസ്സുകളായിരിക്കും 1 അവർ. സോ റെക്കോർഡ് ക്ലാസ്സസ് ആയിരിക്കില്ല. നിങ്ങൾ നോട്ട്ബുക്കും പേനയും എടുത്തിട്ട് വരിക, നന്നായിട്ട് പഠിക്കുക, പഠിച്ചെഴുതുക, പഠിച്ച് നന്നായിട്ട് മാർക്ക് വാങ്ങുക. ഇപ്രാവശ്യം കേട്ടിട്ട് നമുക്ക് പാസ്സാവണം. സോ അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടി തീർച്ചയായിട്ടും ജനുവരി 28 മുതൽ നമ്മൾ ഒരു ക്രാഷ് കോഴ്സ്, ഒരു 13 ദിവസത്തെ ക്രാഷ് കോഴ്സ് വെക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാൻ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നു. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അത് ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ എങ്ങനെ തീർക്കാം, എത്രയും പെട്ടെന്ന് പഠിക്കുന്ന തരത്തിൽ അതിനെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും ഞാൻ പഠിപ്പിച്ചു തരിക. പരീക്ഷയെ ആസ്പദമാക്കിയിട്ടായിരിക്കും, അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത്. കുറച്ച് ഷോർട്ട് ഹാൻഡ് മെത്തേഡിലൊക്കെ നമുക്ക് പഠിച്ചു നോക്കാം. വിച്ച് മീൻ ഷോർട്ട് ഹാൻഡിലല്ല, ഷോർട്ടിൽ നമ്മൾ പഠിക്കാനുള്ള മെത്തേഡൊക്കെ വെച്ച് നോക്കാം. സോ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലേക്ക് അറ്റൻഡ് ചെയ്യാം, നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ നമ്പർ ഇതിൽ തന്നെ കിടക്കുന്നുണ്ടായിരിക്കും. റൈറ്റ്, അപ്പൊ അതിന്റെ ഉത്തരങ്ങളിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, 117 നിന്ന് തുടങ്ങാം. എൻ്റെ ഈ ഫേസ് ഞാൻ കുറച്ച് സൈഡിലേക്ക് ആക്കുന്നുണ്ട് ചോദ്യം കാണാൻ വേണ്ടിയിട്ട്. 117ന്റെ ഉത്തരം എ ആണ്. 118ന്റെ ഉത്തരം സി ആണ്. 119ന്റെ ഉത്തരം ബി ആണ്. 120ന്റെ ഉത്തരം എ ആണ്. 121ന്റെ ഉത്തരം ബി ആണ്. 122ന്റെ ഉത്തരം എ ആണ്. 123ന്റെ ഉത്തരം സി ആണ്. 124ന്റെ ഉത്തരം എ ആണ്. 125ന്റെ ഉത്തരം എ ആണ്. 126 എ ആണ്. 127ന്റെ ഉത്തരം 127ന്റെ ഉത്തരം ബി ആണ്. 128ന്റെ ഉത്തരം സി ആണ്. 129ന്റെ ഉത്തരം ഡി ആണ്. 130 സി ആണ്. 131 ബി ആണ്. 132 ഡി ആണ്. 133 എ ആണ്. 134 എ ആണ്. 135 ബി ആണ്. 136 സി ആണ്. 137 ബി ആണ്. 138 നോട്ട് എന്നുള്ള ഉത്തരമാണ്. അത് നമുക്കൊന്ന് ബാക്ക് അടിച്ച് നോക്കേണ്ടി വരും. 139 സൈലന്റ് വേ എന്ന് പറയുന്നത് ദ ടീച്ചർ യൂസസ് ജസ്റ്റേഴ്സ് ആൻഡ് മിനിമൽ വെർബൽ ഇൻസ്ട്രക്ഷൻ. സോറി, ഞാൻ ഓപ്ഷൻ ഇടാൻ മറന്നുപോയതാണ്. പിന്നെ 140 എന്ന് പറയുന്നത് എ ആണ്. 141 എ ആണ്. 142 ഡി ആണ്. 143 എ ആണ്. അപ്പം നിങ്ങൾ 138 139 ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് റിവൈൻഡ് ചെയ്ത് പോയി അതിൽ നിന്ന് നോക്കണം. അടുത്തത് നോക്കാം. 144 ബി ആണ്. 145 എ ആണ്. 146 സി ആണ്. 147 എ ആണ്. 148 സി ആണ്. 149 സി ആണ്. 150 എ ആണ്. റൈറ്റ്, അപ്പൊ നിങ്ങൾ
80 ചോദ്യങ്ങൾ 2 ക്ലാസ്സിലായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര മാർക്ക് കിട്ടിയെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ നോക്കണം, കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങളുടെ പഠിത്തം ഇനിയും ഇനിയും സ്ട്രോങ് ആക്കണം. ഏത് ഏരിയ ആണ് വീക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുക. ഇൻ കേസ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ഹിസ്റ്ററി ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, ഒരു ചെറിയ ക്രാഷ് കോഴ്സ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, ജനുവരി 28 നമ്മൾ തുടങ്ങുന്നുണ്ട്. വിത്ത് ഓൾ ഹേർട്ട് നമ്മൾ വെൽക്കം ചെയ്യാണ്. യു ക്യാൻ റിയലി ജോയിൻ. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഈ കേട്ടറ്റ് പരീക്ഷയെ മുഴുവനായിട്ടും മാറ്റിമറിക്കാൻ ഞാൻ എന്നാൽ കഴിയുന്ന മുഴുവൻ ചെയ്യും. ഏറ്റവും സിമ്പിളായിട്ട് ടിപ്സും ട്രിക്സും ഉപയോഗിച്ച് നമ്മൾക്ക് പഠിക്കാം, കുറച്ച് നന്നായിട്ട് പഠിക്കാം. ഒരു റിവിഷൻ എന്നുള്ളതിലുപരിയായി കാര്യങ്ങൾ മനസ്സിലാക്കി കിട്ടും കൂടെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഏരിയ ആണ് ഞാൻ തുറന്നു തരുന്നത്. സോ യു ആർ ഇൻട്രസ്റ്റഡ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ ബൈ ആൻഡ് സീ യു.